ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ഓണം വ്ളോഗ്. ഇത് പ്രിപ്പറേഷൻ വീഡിയോസ് ആണ് ആദ്യം കാണിക്കുന്നത്. വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, നമുക്ക് സദ്യ റെഡിയാണ്. പക്ഷേ നാളെ വരുമ്പോഴത്തേനും നമുക്ക് ഒരു ചോറ്, പിന്നെ കുറച്ച് സാമ്പാർ, കുറച്ച് പായസം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കണം. പിന്നെ രസം ഉണ്ടാക്കണം. രസക്കൂട്ടാണ് നമ്മുടെ സദ്യയിലുള്ളത്. അപ്പം അത് ഒരു രസം റെഡിയാക്കണം. പിന്നെ ഞാനൊരു സാധനം ട്രൈ ചെയ്യാണ്. നമ്മുടെ സ്വീറ്റ് ബോളി ഉണ്ടല്ലോ, നമ്മുടെ ഹോളിക എന്ന് പറയുന്ന സാധനം, അത് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്നിങ്ങനെ ആലോചിക്കുന്നു. പിന്നെ നമ്മളിന്ന് ഒരു മൂവിക്ക് പോവും. അപ്പോൾ നമ്മുടെ ഓണം പ്രിപ്പറേഷൻസ് വീഡിയോസിലേക്ക് പോവാം. സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം നാളത്തേക്കുള്ള. ഏത് മൂഡ്? ഓണം മൂഡ് കഴിഞ്ഞു. നമ്മൾ ഇന്ന് രാത്രിയാണ് സിനിമ കാണാൻ പോണത്. ആദ്യം അറിയില്ല നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം. അപ്പം അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടി. അപ്പം നമ്മൾ നോക്കുമ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം ഫ്രൈഡേ ഉണ്ടായിരുന്നില്ല ടിക്കറ്റ്. അപ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമ്മൾ തേഴ്സ്ഡേ പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, 10:40 നൈറ്റിൽ സോനി ശ്രദ്ധിക്കുന്നത് 10:40 ഒരു ടിക്കറ്റ്, അതായത് ഒരു ടിക്കറ്റ് അല്ല, മൂവി ഉണ്ട് ലാസ്റ്റായിട്ട്. അപ്പം അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ വിചാരിച്ചത് നമ്മൾ ഓൾറെഡി തേഴ്സ്ഡേ കണ്ടു എന്നാണ്. അപ്പോൾ ഇവൾ വരുമ്പം നമുക്ക് അവളുടെ റിയാക്ഷൻ നോക്കാം എങ്ങനെയുണ്ടെന്നാണ്. ഓക്കെ, നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. ലോക ആക്ച്വലി ഓണത്തിന് നമ്മൾ ഫിലിം കണ്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ സമയം 1:50. ലോക അടിപൊളി ഫിലിം. കുറേ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഇവിടെ ഉണ്ട്, സോനു ഇവിടെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിനിമ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു പഴയ നമ്മുടെ കുറേ മിത്ത് ഈ ഒരു സംഭവത്തെ ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നാ പറഞ്ഞേ. അതെ, ഇവർക്കും ഇഷ്ടമായി. പിന്നെ എല്ലാം സെറ്റായിരുന്നു. ആദ്യം ഒരു ഉറക്കച്ചടം ഉണ്ടായിരുന്നു. ഇപ്പൊ 2 മണി. ഞങ്ങൾക്ക് ഇപ്പൊ കിടന്നാലേ നാളെ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ. ഹായ്, അപ്പം വെൽക്കം ടു മൈ ഓണം വ്ളോഗ്. ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേ ഇവിടെ സോനു ഉണ്ട്, എൻ്റെ ഫോട്ടോ എടുക്കുന്നു. ആദ്യമുണ്ട് റെഡി. ഞങ്ങളിപ്പം കുറച്ച് ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെയാണ്. ഹാപ്പി ഓണം എല്ലാവർക്കും. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ്. ഇനി അവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സദ്യ വന്നോ? ഇല്ല, സദ്യ റെഡിയാക്കണം ഇനി. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ.
അവർ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരക്കില്ല. എന്നാലും ഞാനെല്ലാം ചൂടാക്കിയൊക്കെ വെക്കുകയാണ്. ഇവിടെ പായസമൊക്കെ ഉണ്ട്, പായസം റെഡിയായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ സദ്യ കേരള ഡിലൈറ്റ്സിൻ്റെ ഫ്രോസൺ ഓണസദ്യയാണ് വാങ്ങിച്ചത്. പക്ഷെ എക്സ്ട്രാ ഞാൻ കുറച്ച് സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം ഉണ്ടാക്കി, പിന്നെ സാമ്പാർ എക്സ്ട്രാ ഉണ്ടാക്കി, ഒരു തോരൻ ഉണ്ടാക്കി എക്സ്ട്രാ. നമുക്കൊരുപാട് കറികളുണ്ട്. അപ്പോൾ ഞാൻ സദ്യയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചേക്കാണ്. നമ്മുടെ പപ്പടവും പായസവും കറികളും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഇതേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് ഞാനിവിടെ ആക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് ചോറ് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കിയേക്കാം എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചോറ് ഉണ്ടാക്കുകയാണ്. പിന്നെ ബാക്കി തോരൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറുണ്ട്, അയ്യോ രസമുണ്ട് ഇവിടെ. പിന്നെ ഞാനൊരു നമ്മുടെ സ്വീറ്റ് ബോളി ഉണ്ടാക്കി. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ ഒരു വീഡിയോ കണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ സ്വീറ്റ് ബോളി ഉണ്ടാക്കിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. സാരിയൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാണ്. സദ്യ കഴിച്ച ടയർഡല്ല, ഫോട്ടോ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ടയർഡായിട്ട് കിടക്കുകയാണ്. വ്ളോഗർ ഉള്ളതുകൊണ്ട് നമുക്ക് വ്ളോഗറുടെ ഇഷ്ടത്തിന് ഫോട്ടോസ് എടുത്ത് കൊടുക്കേണ്ടി വന്നു. ഔട്ട്ഫിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബ്ലൗസ് പറയാതിരിക്കുന്നതാണ് ഭേദം. എൻ്റെ ഈ ഷോള് ബ്ലൗസ് ഇത് എനിക്ക് പരാഗിന്ന് തുണി എടുത്തിട്ട് മണി തയ്ച്ചു തന്നതാണ്. മണിയല്ല തയ്ച്ചു തന്നെ, മണി മെറ്റീരിയൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നസീമ ചേച്ചിയുണ്ട് നാട്ടിൽ, അപ്പം ചേച്ചി തയ്ച്ചതാണ് ഇതൊക്കെ. പിന്നെ ഈ മൂക്കുത്തി ഷെയിൻ എന്നാണ്. ഇത് രണ്ടും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ ജ്വല്ലറിയാണ്. പിന്നെ വള മണി എനിക്ക് കൊടുത്തു വിട്ട വളയാണ്. പിന്നെ ഈ പാവാട ഔട്ട്ഫിറ്റിൻ്റെ ഇത് പാവാടയുണ്ടോ, ഇത് ഞാൻ എൻ്റെ കല്യാണം ഉറപ്പീരിന് കല്യാണം ഉറപ്പീരല്ല, തലേ ദിവസത്തെ ഫംഗ്ഷൻ ഇട്ട ഒരു ഇതാണ്. അപ്പം അത്രയാണ് ഔട്ട്ഫിറ്റ്സ് എന്ന് പറയാനുള്ളത്. പിന്നെ ഈ വാച്ച് എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്. ആദി, വൈൽ വെയിറ്റിംഗ് ഓണത്തിനെ കുറിച്ച് പറ. നിനക്ക് എന്താണ് അതല്ല, ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിന്റെ മനസ്സിൽ വരുന്നത് എന്താണ്? വീട്. പിന്നെ ഓക്കെ, ആദ്യം നിന്റെ ഓർമ്മയിൽ വരുന്നത് വീട്. ഓക്കെ, പിന്നെ ഒരു സ്മെല്ലാണ് ഓണമെങ്കിൽ നിനക്ക് എന്താണ് പെട്ടെന്ന് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്? ഫുഡ്, സദ്യ. പിന്നെ എന്താണ്? പുതിയ ഡ്രസ്സിന്റെ മണം. പിന്നെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഓർമ്മ പറഞ്ഞേ. ഏറ്റവും ബെസ്റ്റ് ഓണം ഏതായിരുന്നു ലൈഫിലെ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. വീട്ടിലുള്ള ഓണം തന്നെ ആയിരിക്കും. എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. കോളേജിലുള്ള ഓണം നല്ലായിരുന്നു, ആസ്റ്ററിലുള്ള ഓണം നല്ലായിരുന്നു, എല്ലാം നല്ലായിരുന്നു. ഇത് ഇന്നത്തെ ഓണം കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓണം സദ്യ കഴിച്ചിട്ടില്ല, കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അവരെ വെയിറ്റിംഗ് ആണ്, അവരിതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമ്മളെ ഇല്ല. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പുതിയ ഡ്രസ്സിൻ്റെ മണമാണ്. ഇല്ല, ഞാൻ തന്നെ ആൻസർ പറയും, ഞാൻ തന്നെ ചോദിക്കും, ഞാൻ തന്നെ പറയും. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നല്ല ഓണമാണ്. ഓണത്തിൻ്റെ നല്ലൊരു ഉടുപ്പിൻ്റെ സ്മെല്ലാണ്. പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്നത്, നമ്മൾ പൂക്കൾ പറിക്കാൻ പോകുന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക. പൂക്കൾ പറിക്കാൻ പോകുന്നതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഏതാണെന്ന് വെച്ചാൽ സദ്യയുടെ. എനിക്കാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സദ്യയിൽ ചിക്കൻ കറി വേണമെന്ന് ഞാൻ കുറേ ദിവസം മുമ്പ് പറയുന്നത്. പക്ഷെ നിമ്മി ഈ സദ്യയിൽ ചിക്കൻ ഇല്ല, അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. സദ്യയിൽ ചിക്കൻ വെക്കാൻ പറ്റില്ല എന്നിട്ടാണ് ഈ ഡയലോഗ്. അതെ, പക്ഷെ ഞാൻ എൻ്റെ അറിവില്ലാത്ത സമയത്തിൽ ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, ഓണത്തിൽ ചിക്കൻ പാടില്ല എന്ന് ഞാനിങ്ങനെ വിശ്വസിച്ച് പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നോൺ വെജ് ഒന്നുമില്ല. അത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സദ്യ ഇതൊക്കെയാണ്. ചോറുണ്ട്, സാമ്പാർ, അവിയൽ, പരിപ്പ് കറി, കൂട്ടുകറി, പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടിയിട്ടുള്ള കറിയുണ്ട്. ഇത് ഓലനാണ്. അങ്കമാലി മാങ്ങാക്കറി. ഇവിടെ നമുക്ക് രസമുണ്ട്. പിന്നെ ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ കിച്ചടി ഉണ്ട്, ബീൻസ് തോരനുണ്ട്, 2 തരം അച്ചാറുണ്ട്, പിന്നെ പുളിയിഞ്ചി. പിന്നെ നമുക്ക് ഡെസേർട്ടായിട്ട്
നമ്മുടെ പഴമുണ്ട്, പിന്നെ ബോളി, സ്വീറ്റ് ബോളി ഉണ്ട്, പിന്നെ പപ്പടം, പായസം. ഇത് സേമിയ പായസമാണ്. ഇത് അടപ്രഥമനാണ്. പിന്നെ ഇത് പയറ് പായസമുണ്ട്. പിന്നെന്താണ്, ശർക്കരയും ഇതൊക്കെയുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഓണസദ്യ. അതെ, അതിവിടെ വിശന്നിങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓണം സദ്യ കഴിക്കുന്നതോടുകൂടി ഓണം സ്റ്റോപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ എടുക്കാനൊന്നും പറ്റിയില്ല. അവർ പെട്ടെന്ന് വന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. അപ്പം വിശന്നിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി കുറേ വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അവർ പോയി. അപ്പം അതിൻ്റെ വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓണം വ്ളോഗ് ഇവിടെ തീരാണ് കേട്ടോ. ഈ ഒരു ഡെസേർട്ടും കൂടെ കഴിച്ച് ഞാൻ എൻ്റെ ഓണം അവസാനിപ്പിക്കുകയാണ്. ഇത് അടപ്രഥമൻ, പരിപ്പ് പായസം, പഴമുണ്ട്, ബോളിയുണ്ട്, പിന്നെ പപ്പടമുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പേരി പിടിക്കാൻ പോവാണ്. അപ്പം അടുത്ത ഓണം വരേക്കും ബൈ ബൈ.